എല്ലാ ചങ്ങാതിമാർക്കും ബുക്ക് ഷെൽഫിലേക്ക് സ്വാഗതം. ഇന്ന് ബുക്ക് ഷെൽഫിലൂടെ നാം പരിചയപ്പെടുന്നത് ഒരു പുതിയ വായനാനുഭവമാണ്. പേരുകൊണ്ട് വ്യത്യസ്തമാകുന്ന ഒരു മനോഹരമായ പുസ്തകം. ആക്കനത്തച്ഛൻ്റെ കൺകെട്ട് എന്ന പുസ്തകമാണ് ഇന്ന് ബുക്ക് ഷെൽഫിലൂടെ നാം പരിചയപ്പെടുന്നത്. തിയോ ബുക്സാണ് ഈ പുസ്തകം നമുക്ക് മുമ്പിൽ എത്തിച്ചിരിക്കുന്നത്. 42 ചെറു അധ്യായങ്ങളിലൂടെ കൺകെട്ട് 8 ഭാഗങ്ങളായി, അല്ലെങ്കിൽ ക്രിസ്തു കടന്നുപോയ 8 തലങ്ങളിലൂടെ അവതരിപ്പിക്കുകയാണ്. കൺകെട്ടപ്പെട്ടവരുടെ മിഴി തുറക്കാൻ അവതരിച്ചവൻ അധ്യയന വെളിച്ചം നൽകി, അനുഷ്ഠാന മാർഗം കാട്ടി. പിന്നെ ആത്മസമർപ്പണത്തിൻ്റെ അപ്പം മുറിച്ചപ്പോൾ അവർ കാഴ്ചയുള്ളവരായി. ഇതാ, ജ്വലിക്കുന്ന ഹൃദയത്തോടെ, ഊർജ്ജസ്വലതയോടെ ദിശ മാറിയ യാത്രയുടെ 2-ാം ഊഴം ആരംഭിക്കുകയാണ്. ഉണർവോടെ അവരോടൊപ്പം യാത്രയിൽ അണിചേരാം, അനന്തതയിൽ എത്തും വരെ. 8 ഭാഗങ്ങളായാണ് ഈ പുസ്തകത്തെ തിരിച്ചിരിക്കുന്നത്. ക്രിസ്തു കടന്നുപോയ 8 വഴികളാണ്. അവൻ്റെ തുടക്കം മുതൽ അവൻ ഉത്ഥാനത്തിലേക്ക് പ്രവേശിച്ച് വീണ്ടും സർവ്വവ്യാപിയായി മാറി സജീവ സാന്നിധ്യമായി നമ്മിൽ നിലനിൽക്കുന്നതിൻ്റെ 8 വ്യത്യസ്തമായ ഭാഗങ്ങൾ. ഈ 8 ഭാഗങ്ങളിലാണ് 42 അധ്യായങ്ങളും ഒതുക്കിയിരിക്കുന്നത്. 8 ഭാഗങ്ങൾ ഇവയൊക്കെയാണ്: അവതാരം, അധ്യയനം, അനുധാവനം, അനുധ്യാനം, അനുഷ്ഠാനം, അവലോകനം, ആത്മസമർപ്പണം, അനന്തത. സുവിശേഷത്തെ മുഴുവൻ ഈ 8 ഭാഗങ്ങളിലേക്ക് എഴുത്തുകാരൻ വളരെ മനോഹരമായി ആവിഷ്കരിച്ചിരിക്കുകയാണ്. ക്രിസ്തു കടന്നുപോയ പല വഴികളും അവൻ്റെ ജനനം മുതൽ നിത്യതയിലേക്ക്, അല്ലെങ്കിൽ ഉത്ഥാനത്തിലേക്ക് പ്രവേശിച്ച ക്രിസ്തുവിൻ്റെ ആ സുവിശേഷ ഭാഗങ്ങളുടെ പിൻബലത്തോടുകൂടി മനോഹരമായ സുവിശേഷ കുറിപ്പുകളാണ് ഈ 42 അധ്യായങ്ങളും. വലിയ ഒരു ലേഖന സമാഹാരമൊന്നുമല്ല ഈ കൺകെട്ട് എന്ന പുസ്തകത്തിൽ. വായിച്ചെടുക്കാവുന്ന ഏറ്റവും ചുരുങ്ങിയ ഭാഷയിൽ, ഏറ്റവും ലളിതമായ ഭാഷയിൽ നമുക്ക് മുമ്പിൽ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുകയാണ്. ലോകം അവനെ ആദ്യം കണ്ടത് ഒരു ശിശുവായാണ്. ലോകത്തെ അവൻ കണ്ടത് സ്വന്തം കുഞ്ഞിക്കണ്ണാലാണ്. അവനെ കാണാനും അവൻ കാണുന്നതും കണ്ടിട്ടും കാണാതിരിക്കുന്നതും കണ്ടില്ലെന്ന് നടിക്കുന്നതും കാണാൻ കഴിയാതെ പോകുന്നതും പിന്നെ കാഴ്ചയുടെ വെളിച്ചത്തിലേക്ക് മിഴി തുറക്കുന്നതുമെല്ലാം ഇവിടെ തുടങ്ങുകയാണ്. തുടക്കം ഈശോയുടെ ജനനത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ്. കുഞ്ഞുണ്ണി എന്ന അധ്യായമാണ് ഒന്നാമത്തേത്. അത്ര വലിയവനായതുകൊണ്ട് മാത്രം അവന് ഇത്ര ചെറുതാകാനായി. ഒരു കുഞ്ഞോളം. പൈതലാം യേശുവെ ഒന്ന് നിരീക്ഷിക്കുക. സ്വന്തം വലിപ്പത്തിൻ്റെ മേനി പറയാൻ, സ്നേഹത്തിൻ്റെ അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ അവന് വാക്കോ സംസാരശക്തിയോ ഒന്നുമില്ല. ശിശുവായ യേശു തൻ്റെ പക്കൽ വന്നവരോട് എന്താവാം പറഞ്ഞിരിക്കുക? വാക്കുകളില്ലാതെ അവൻ നൽകിയ സന്ദേശം എന്താകാം? ഈയിടെ ഒരു ശിശുവിനെ കാണാൻ ഇടയായി. 8 മാസം പ്രായം. ആരെ കണ്ടാലും ചിരി. മുളച്ചു വരുന്ന പൊടിപ്പല്ലും മോണയും കാട്ടിയുള്ള ചിരി. വശ്യമായ നിഷ്കളങ്കമായ ചിരി. കലർപ്പില്ലാത്ത കണ്ണുകൾ ചിരി വിരിയുമ്പോൾ വിളക്കുപോലെ തെളിയുന്നുണ്ട്. ഈ പുഞ്ചിരി ഒരു സമ്മാനം പോലെ വരുന്നവർക്കെല്ലാം കുഞ്ഞു നൽകുന്നുമുണ്ട്. ഇത് കാണുന്ന അപ്പൂപ്പൻ്റെ കമൻറ്റ് ഉള്ളു നിറയെ സന്തോഷമായിരിക്കുമെന്നാണ്. ആരുടെ പക്കലും പോകും, ആരും അന്യരല്ല, അപരിചിതരല്ല എന്ന ഭാവം. പൈതലാം യേശു തൻ്റെ വിരുന്നുകാർക്കെല്ലാം ആദ്യം വിളമ്പിയത് ഈ ചിരിയുടെ മധുരമായിരിക്കാം. സകല സൗഭാഗ്യങ്ങളുടെയും ആനന്ദത്തിൻ്റെയും ഉറവിടമായ ഈശ്വരപുത്രൻ്റെ ഹൃദയം നിറയെ ആനന്ദം നിറഞ്ഞു കവിയുകയായിരിക്കാം. സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണല്ലോ അവൻ. എഴുത്തുകാരൻ പറയുന്നത് ക്രിസ്തു നൽകുന്ന ഏറ്റവും ആദ്യ പാഠം ആനന്ദത്തിൻ്റെ പാഠമാണെന്നുള്ളതാണ്. സന്തോഷത്തിൻ്റെ പാഠമാണ്. മറ്റുള്ളവരെ എപ്രകാരം സന്തോഷത്തിലേക്ക് നയിക്കാം, സ്നേഹത്തിലേക്ക് നയിക്കാം എന്നുള്ളതിൻ്റെ പാഠമാണ്. എന്തുകൊണ്ട് ഇങ്ങനെയെല്ലാം, ഇത്രയെല്ലാം എന്ന് ചോദിക്കുന്ന മനുഷ്യരോട് വാക്കുകളിലൂടെയല്ലാതെ ഈ ശിശു പറയുന്ന മറുവചനം താനൊരു അടയാളമാണ് എന്നാണ്. ലോകത്തെ ദൈവം അത്രമാത്രം സ്നേഹിച്ചു എന്നതിൻ്റെ അടയാളം.
വിനയവും ആനന്ദവും നന്മയും പരിശുദ്ധിയും സ്നേഹവും വാത്സല്യവും നിറഞ്ഞവനാണ് താനെന്ന് സത്യം പ്രഖ്യാപിക്കാൻ ദൈവം കണ്ടെത്തിയ ലാവണ്യപൂർണവും അത്യന്തം ഓമനത്വവുമുള്ള പുതിയ ഭാഷയാണ് പുൽക്കൂട്ടിലെ പൈതൽ. അതാണ് കുഞ്ഞുണ്ണി. ഈ ശിശു വളർന്നപ്പോൾ, വാക്കുകൊണ്ട് സുവിശേഷം അറിയിക്കാൻ തുടങ്ങിയപ്പോൾ, ശിശുക്കളെപ്പോലെയാകാനും ശിശുവിൻ്റെ മനസ്സും മനോഭാവവും സ്വന്തമാക്കാനും മനുഷ്യരെ പഠിപ്പിക്കുകയാണ്. സ്വർഗരാജ്യം ശിശുക്കളെപ്പോലെയുള്ളവർക്ക് തീരെഴുതി കൊടുത്തിട്ടാണ് അവൻ യാത്രയാകുന്നത്. അവതാരമെന്ന ഈ ഭാഗത്ത്, കുഞ്ഞുണ്ണി എന്ന ഈ അധ്യായത്തിൽ എഴുത്തുകാരൻ വളരെ വ്യക്തമായി നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ക്രിസ്തുവിൻ്റെ ശിശു മനോഭാവം. അത് അവൻ കടന്നുപോയ രീതിയിൽ, അല്ലെങ്കിൽ എപ്രകാരമാണ്, എങ്ങനെയുള്ളവർക്കാണ് സ്വർഗരാജ്യമെന്ന് അവൻ അടയാളപ്പെടുത്തിയതുപോലെ സുവിശേഷത്തിൽ ഉറച്ചു ജീവിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ശിശുക്കളെപ്പോലെയാകുന്നവർക്ക് മാത്രമാണ് സ്വർഗരാജ്യം. ശിശുക്കളെപ്പോലെയാകുമ്പോഴാണ് സ്വർഗരാജ്യം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുന്നത്. പൈതലാം ഈശോ ചിരിച്ചതുപോലെ ഹൃദയത്തിൽ നിന്ന് ചിരിക്കാനും നിഷ്കളങ്കമായ ഒരു ശിശുവിൻ്റെ മനോഭാവം സ്വന്തമാക്കാനും സാധിക്കുമ്പോൾ നമ്മുടെ ജീവിതവും മറ്റൊരു സുവിശേഷമായി മാറുകയാണ്. പിന്നീട് വരുന്നത് ക്രിസ്മസിനെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇങ്ങനെയാണ് വെളിച്ചം അന്ധകാരത്തെ മാനസാന്തരപ്പെടുത്തുന്നത്. ഇരുളിനെ കുളിപ്പിച്ച് വെളുപ്പിച്ചെടുത്ത് രക്ഷ സാധ്യമാക്കുകയാണ്. ഒന്നും കീഴടക്കുകയല്ല, എല്ലാം വീണ്ടെടുക്കുകയാണ് ഈശോ ചെയ്യുന്നത്. ഒന്നും കീഴടക്കുകയല്ല, എല്ലാം വീണ്ടെടുക്കുകയാണ് അവൻ ചെയ്യുന്നത്. കാരണം കീഴടക്കുകയോ കീഴടക്കപ്പെടുകയോ അല്ല, വീണ്ടെടുക്കപ്പെടുകയാണ് മനുഷ്യൻ്റെ വലിയ ആവശ്യമെന്ന് അവനറിയാമായിരുന്നു. പലരും ഇടറിപ്പോകുമ്പോഴും പതറിപ്പോകുമ്പോഴും വീണ്ടെടുക്കാനുള്ള ഒരു കരം ക്രിസ്തു തരുന്നതും അതുകൊണ്ട് തന്നെയാണ്. അതിനാൽ പിറവി ഒരിക്കൽ മാത്രം സംഭവിക്കേണ്ടതല്ല. ക്രിസ്മസ് വർഷത്തിലൊരിക്കൽ ആചരിച്ചാലും പോരാ. നിലവിലുള്ള മനുഷ്യാവസ്ഥയിൽ വെളിച്ചത്തിന് ഇരുട്ടിനെ ഒരു നിമിഷം കൊണ്ട് കീഴടക്കാനാവില്ല. ഒരിക്കൽ മാത്രം കഴുകിക്കളഞ്ഞതുകൊണ്ട് മാലിന്യമാകെ അകലുന്നുമില്ല. ഇനി മേലിൽ പാപം ചെയ്യരുതെന്ന് ക്രിസ്തു നിഷ്കർഷിക്കുന്നു. പക്ഷേ ബലഹീനത നിലനിൽക്കുന്നിടത്തോളം പാപം ആവർത്തിക്കപ്പെടുന്നുമുണ്ട്. പാപമോചനവും ആവർത്തിക്കപ്പെടേണ്ടതാണ്. ഇരുള് മൂടുമ്പോൾ, മരണത്തിൻ്റെ നിഴൽ വീഴുമ്പോൾ ആ ദീപ്തി വീണ്ടും ഉദയം ചെയ്യണം. ഇരുളു മൂടിയ കണ്ണിലും കരളിലും ആ ദിവ്യദീപ്തി ഉദയം ചെയ്യണം. പറഞ്ഞു വരുന്നത് ക്രിസ്മസിനെ കുറിച്ചാണ്. കൺകെട്ടിയവർക്ക് കാഴ്ചയുടെ തിരുനാളായിരിക്കണം ക്രിസ്മസ്. പലരും ഇരുട്ടിൽ തപ്പിത്തടയുന്നുണ്ട്. ചിലർ കൺകെട്ടിലൂടെ കഥയറിയാതെ നടന്നു നീങ്ങുന്നുമുണ്ട്. അവരുടെ ജീവിതത്തിൽ പ്രകാശമായി ഒരു തിരി തെളിയുന്നതാകണം ക്രിസ്മസ്. കാഴ്ചയെന്നും ആവശ്യമായതിനാൽ ക്രിസ്മസ് എന്ന പ്രകാശവും എന്നും ഉണ്ടാകണമെന്നാണ് എഴുത്തുകാരൻ പറയുന്നത്. സൃഷ്ടി വെളിച്ചം കൊണ്ട് ആരംഭിക്കുന്നത് പോലെ നവസൃഷ്ടിയിലെ ആയുസ്സിൻ്റെ ഓരോ ദിനവും പിറവിയുടെ വെളിച്ചം കൊണ്ട് ആരംഭിക്കണം എന്നും. ഈ വെളിച്ചം കൊണ്ടുള്ള വീണ്ടെടുക്കൽ വർഷത്തിലൊരിക്കൽ ആഘോഷിച്ചാലും അനുദിനം ഇത് ജീവിതത്തിൽ അരങ്ങേറണം. നിരന്തരം മനുഷ്യന് അനുഭവവേദ്യമാകണം. അതിനാൽ എന്നും ക്രിസ്മസ് ഉണ്ടാകണം. ഈ പിറവി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്, അല്ലെങ്കിൽ ക്രിസ്തു ജനിക്കുന്നതിൻ്റെ ഓർമ്മപ്പെടുത്തൽ എന്നും നാം ആഘോഷിക്കുന്നുണ്ട് വിശുദ്ധ കുർബാനയിൽ. അതാണ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ പ്രാർത്ഥന, ഏറ്റവും ബലപ്പെടുത്തൽ. ഈ വിശുദ്ധ കുർബാനയിൽ മനുഷ്യാവതാരത്തോടു കൂടി ആരംഭിക്കുന്ന കർമ്മങ്ങളിലൂടെയാണ് ഓരോ ക്രിസ്ത്യാനിയും പങ്കെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളിലും നമ്മുടെ ആരാധന വത്സര ക്രമങ്ങളിലുമൊക്കെ ഈ മനുഷ്യാവതാരത്തിൽ ഊന്നി നിൽക്കുന്ന പ്രാർത്ഥനകളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ക്രിസ്മസ് വീണ്ടും, അല്ലെങ്കിൽ എന്നും ഓർമ്മിപ്പിക്കപ്പെടേണ്ട, ജീവിതത്തിൽ ഓർത്തെടുക്കേണ്ട ഒരു കാലമായി തന്നെ മാറണം. അപ്പോഴാണ് ക്രിസ്തുവിൻ്റെ ജനനം, അവൻ്റെ ജീവിതം നമ്മോട് ചേർന്ന് നിൽക്കുന്നത്. ഇടുങ്ങിയതും ഇടമില്ലാത്തതുമായ ഒന്നും അവതാരത്തിൽ ദൈവം സ്വീകരിക്കുന്നില്ല. തുറവിയുള്ളതും വിശാലമായതുമേ അവിടുന്ന് പരിഗണിക്കുന്നുള്ളൂ. ഇടമില്ലാത്ത സത്രങ്ങൾ അവിടുത്തെ ഒഴിവാക്കിയതല്ല, അവിടുന്ന് ഒഴിവാക്കിയതാണ്. സത്രത്തേക്കാൾ എന്തുകൊണ്ടും തുറവിയും വിശാലതയുമുള്ള തുറന്ന വീടാണ്
കാലിത്തൊഴുത്ത്. അടയ്ക്കാത്ത വാതിലുകളും വായുസഞ്ചാരവും ആകാശം വരെ കാണാനുള്ള തുറയും വിശാലതയും അതിനുണ്ട്. ഈശോയുടെ ജനനത്തെക്കുറിച്ചാണ് ഈ എഴുത്ത്. ഈ അധ്യായത്തിൻ്റെ പേര് നക്ഷത്രദീപ്തമായ ആകാശമെന്നാണ്. എത്രമാത്രം സ്വതന്ത്രമായ മനസ്സോടും ലളിതമായ ജീവിതത്തോടും ഇടത്തോടും കൂടിയാണ് അവൻ്റെ അവതാരമെന്ന് കുറിച്ചിടുകയാണ്. അവൻ്റെ ജനനത്തിൻ്റെ സദ്വാർത്ത ആദ്യം അറിഞ്ഞതാവട്ടെ മൈതാനത്തിൻ്റെ വിശാലതയിൽ ആകാശം മേൽക്കൂരയാക്കി ആടുകൾക്ക് കാവൽ നിന്ന് അന്തി അതിരാക്കുന്ന ഇടയന്മാരാകുന്നു. ദിക്കുകളുടെയും രാജ്യങ്ങളുടെയും അതിരുകൾ അതിലംഘിച്ച് പ്രയാണം ചെയ്ത കിഴക്കിൻ്റെ ജ്ഞാനികൾക്കാണ് രക്ഷകൻ രണ്ടാമത് ദർശനം നൽകുന്നത്. ക്രിസ്മസ് രാവിൽ സ്വർഗം ആകാശത്ത് ദീപം പോലെ കൊളുത്തിവച്ച ആ ഏക നക്ഷത്രം അതിരും അതിർത്തികളുമില്ലാത്ത സാമ്രാജ്യത്തിൻ്റെ സകല ജനത്തിനും വേണ്ടിയുള്ള സദ്വാർത്തയുടെ വിളംബരമായി മാറുകയാണ്. മനുഷ്യാവതാരത്തിലൂടെ വലിയവനായ ദൈവം ചെറുതാകുകയായിരുന്നു, ചെറിയ മനുഷ്യരായ നമ്മെ വലിയവരാക്കാൻ. രാവിലെ നക്ഷത്രദീപ്തമായ ആകാശം പോലെ നമ്മുടെ മനസ്സുകളും ദീപ്തവും വിശാലവുമാകാൻ. ഈ അധ്യായത്തിൽ ഏറ്റവും മനോഹരമായ വരി ഇതാണ്. മനുഷ്യാവതാരത്തിലൂടെ ക്രിസ്തു എന്താണ് ചെയ്തത്? വലിയവനായ ദൈവം ചെറുതാകുകയാണ്, ചെറിയ മനുഷ്യരായ നമ്മെ വലുതാക്കാൻ. അത്രമാത്രം ചെറിയ ജീവിതങ്ങളാണ് നമ്മുടെയൊക്കെ. നമ്മുടെ ജീവിതങ്ങൾക്ക് വലിയൊരു ദർശനമുണ്ടെന്ന്, അല്ലെങ്കിൽ ഇനിയും എത്തിപ്പിടിക്കാൻ തക്കവണ്ണം നമ്മുടെ സ്വപ്നങ്ങൾക്ക് ഇനിയും എത്തിപ്പിടിക്കാവുന്ന വിധത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ക്രിസ്തു കടന്നു വരുന്നുണ്ട് എന്നും അവന് നമ്മുടെ ജീവിതത്തിൽ ഒരു ഇടമുണ്ട് എന്നും ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ ക്രിസ്തുവിൻ്റെ ജീവിതം അത്രമേൽ ചെറുതായി മാറുകയാണ്. അവതാരം എന്ന ഭാഗത്തിന് ശേഷം അധ്യയനം എന്ന ഭാഗമാണ്. ഈശോ കടന്നുപോയ വഴികളെക്കുറിച്ച്, അവൻ്റെ പ്രബോധനങ്ങളെക്കുറിച്ച്, അവൻ ഓർമ്മിപ്പിച്ചതിനെക്കുറിച്ചൊക്കെയുള്ള നല്ല കുറിപ്പുകൾ. ചുരുളഴിയുമ്പോൾ പ്രകാശം പരത്തുന്ന വചനം, അതാണവൻ ഇരുളിൻ്റെ ലോകത്ത് ഉച്ചരിച്ചത്. അതുകൊണ്ടാണവൻ അന്ധകാരത്തിൽ കഴിഞ്ഞ ജനതയുടെ മനസ്സിൽ വെളിച്ചത്തിൻ്റെ വിത്ത് വിതച്ചത്. മന്ദീഭവിച്ചിരുന്ന ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിച്ചതും മനക്കണ്ണിൻ്റെ കെട്ടഴിച്ചതും. രഹസ്യ സ്വഭാവമുള്ളതാണ് ദൈവരാജ്യം, വിലപിടിപ്പുള്ള നിധിയാണത്. എന്നാൽ മൂടി വച്ചിരിക്കുന്നു, മറച്ചു വച്ചിരിക്കുന്നു. ചിലർക്കത് കളഞ്ഞു പോയിട്ടുണ്ട്, കൈമോശം വന്നിട്ടുണ്ട് ചിലർക്ക്. കണ്ടെത്തിയവരും ഉണ്ട്. ഈ നിധി അവകാശമാക്കാനുള്ള മാർഗങ്ങളാണ് ഗുരു ഉദ്ബോധിപ്പിക്കുന്നത്. ഈ പഠനങ്ങളാണ്, അല്ലെങ്കിൽ ഈശോ നൽകിയ പ്രബോധനങ്ങളാണ് അധ്യയനം എന്ന ഭാഗത്ത്. അതിലെ ഒന്നാമത്തെ അധ്യായം വാസം എന്ന ശീർഷകത്തിലാണ്. ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, എന്നിൽ പാർക്കുവിൻ. നമ്മൾ വസിക്കുന്നത് ഭവനത്തിലാണ്, പാർക്കുന്നത് സ്വന്തം വീട്ടിലാണ്. ഈശോ നമ്മെ തന്നിൽ പാർക്കാൻ ക്ഷണിക്കുന്നുവെങ്കിൽ അവിടുന്ന് നമ്മുടെ ഭവനമാണ്. ഞാനൊരു ഭവനത്തിൽ വസിക്കുന്നുവെന്ന് പറയാറുണ്ടെങ്കിലും ഭവനം എന്നിൽ വസിക്കുന്നുവെന്ന് പറയാറില്ല. ഞാനും എൻ്റെ സഹോദരനും ഒരുമിച്ച് ഒരു ഭവനത്തിൽ വസിക്കുന്നു എന്ന് പറയാമെങ്കിലും സഹോദരൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെന്ന് പറയുകയോ സങ്കല്പിക്കുകയോ നമ്മൾ ചെയ്യാറില്ല. പക്ഷെ അതാണ് യേശു പറയുക. അത് വാസത്തിലും ഉപരിയായ എന്തോ ആണ്, സഹവാസത്തിലും ഉപരിയായ എന്തോ. രണ്ടുപേരും ഒന്നിനൊന്ന് ഇടകലർന്ന് ഒന്നായി തീരുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ വിവക്ഷിക്കപ്പെടുക. അതാണ് കമ്മ്യൂണിയൻ. വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ പാഠമാണിത്. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ. യോഹന്നാൻ്റെ സുവിശേഷം 15:5 നാം വായിക്കും, ആരെന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവനേറെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു. ക്രിസ്തുവിൽ എപ്രകാരം ചേർന്ന് നിൽക്കുന്നതനുസരിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ നിരവധി ഫലങ്ങളുടെ ധാരാളിത്തം ഉണ്ടാവുക. അപ്പോൾ വാസം കർത്താവിനോട് കൂടെ ആയിരിക്കുന്നതും ചേർന്നിരിക്കുന്നതും ഒരുമിച്ച് വസിക്കുന്നതും കടന്ന് ഇരുവരും ഒന്നായി ലയിക്കുന്നതിലേക്ക് എത്തി നിൽക്കുകയാണ്. ദിവ്യകാരുണ്യത്തെ പരാമർശിച്ചപ്പോഴാണ് ഒന്നിലൊന്ന് ഇടചേർന്ന് വസിക്കുന്നതിനെപ്പറ്റി യേശു പറഞ്ഞത്. എൻ്റെ ശരീരം ഭക്ഷിക്കുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും. വാസമെന്ന സങ്കല്പത്തിൻ്റെ പൂർണ്ണ സാക്ഷാത്കാരവും
പാരമ്യവുമാണ് ദിവ്യകാരുണ്യം. അവിടെ സൃഷ്ടാവിൽ നിത്യമായി വിലയം കൊള്ളുന്നു. അതാണ് സത്യം. യോഹന്നാൻ്റെ സുവിശേഷം 15:5 ഇതിൻ്റെ എല്ലാം അന്തസത്ത. ആര് എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവോ അവൻ ഏറെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു. നമ്മുടെ ജീവിതം എവിടെയാണ് വസിക്കുന്നത് എന്നാണ് നാം ചിന്തിക്കേണ്ടത്. ക്രിസ്തുവിലാണ് നമ്മുടെ വാസമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നന്മകളും പുണ്യങ്ങളും അനവധി ഫലം പുറപ്പെടുവിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ക്രിസ്തുവിലല്ല നമ്മുടെ വാസമെങ്കിൽ നമ്മുടെ ജീവിതം എവിടെയാണ് എന്ന് നാം വിലയിരുത്തേണ്ടിയിരിക്കുന്നു. കൺകെട്ട് എന്ന ഈ പുസ്തകത്തിലെ മറ്റൊരു മനോഹരമായ അധ്യായമാണ് വീട്ടിലേക്ക് പോകാം. നിങ്ങൾക്ക് വഴിയോരത്തും മരച്ചുവട്ടിലും കിണറ്റടിയിലും കടൽക്കരയിലുമൊക്കെ ഈശ്വരനെ കണ്ടുമുട്ടാം. എന്നാൽ ആഴവും സ്ഥിരതയുമുള്ള ഒരു ബന്ധമായി ഈ അനുഭവം വളരുന്നത്, ഉറപ്പിക്കപ്പെടുന്നത് ഭവനത്തിൽ വച്ചാണ്. ഭവനം ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമാണ്. സുവിശേഷത്തിലെ സക്കേവൂസിൻ്റെ കാര്യം തന്നെ എടുക്കുക. അയാൾക്ക് യേശുവിനെ കാണാൻ താല്പര്യമുണ്ട്. ഈശ്വര ദർശനത്തിനുള്ള മനുഷ്യൻ്റെ ദാഹമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഏതു മനുഷ്യനാണ് ഈ ദാഹമില്ലാത്തത്? അടുത്ത് കാണാനായി പക്ഷെ അയാൾ മരത്തിൻ്റെ ഉയരത്തിൽ കയറി അകന്നു നിൽക്കുകയാണ്. ദൈവത്തോട് അടുപ്പിക്കും എന്ന് മനുഷ്യൻ കരുതുന്ന പല മാധ്യമങ്ങളും അവനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ് ഈ മരം. ഉയരത്തിൻ്റെയും അകലത്തിൻ്റെയും മരവിച്ചതിൻ്റെയും അടയാളം. മരത്തിൽ വെച്ചാണ് സക്കൈ യേശുവിനെ കണ്ടുമുട്ടുക. കണ്ടുമുട്ടലിന് മരത്തിൻ്റെ ഉയരവും തണലും പരിസരവും അനുകൂലമായേക്കാം. എന്നാൽ കണ്ടുമുട്ടലിന് ശേഷം യേശു സക്കൈയെ മരത്തിൽ നിന്ന് താഴെ ഇറക്കുകയാണ്. പിന്നെ വീട്ടിലേക്ക് പോകാമെന്നാണ് പറയുന്നത്, അവിടെ താമസിക്കാമെന്ന്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന, ഹൃദയത്തിലേക്ക്, ഭവനത്തിലേക്ക് പ്രവേശിക്കുന്ന ക്രിസ്തുവിനെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പൂർവ്വപിതാവായ യാക്കോബ് റാഹേലിനെ കണ്ടുമുട്ടുക വയലിലുള്ള കിണറിൻ്റെ അരികിലാണ്. പിന്നെ ലാബാനെന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. ആ കണ്ടുമുട്ടൽ ആഴമാർന്ന ബന്ധങ്ങളിലേക്കും ബന്ധങ്ങളുടെ സ്ഥായി ഭാവങ്ങളിലേക്കും പരിവർത്തനം ചെയ്യപ്പെടുന്നത് ഭവനത്തിൽ വച്ചാണ്. ഉൽപ്പത്തി പുസ്തകം 29:13 നാം അത് കണ്ടുമുട്ടുന്നത്. യേശുവും ആഴമാർന്ന ബന്ധങ്ങളുടെ ഇഴയടുപ്പത്തിലേക്ക് നയിക്കാൻ വീടെന്ന ഇടത്തെ ഉപയോഗിക്കുന്നുണ്ട്. ഉദാത്തമായ അനുഭവങ്ങളുടെ വേദിയായി വീട് മാറുന്നു. സംഭവങ്ങൾ നിരവധി സുവിശേഷത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ഭൂമിയിൽ പിറന്ന രക്ഷകനെ ആദ്യ സന്ദർശകർ കാണുന്നത് ബെത്ലഹേമിലാണ്. അപ്പത്തിൻ്റെ ഭവനമെന്നാണ് ബെത്ലഹേം എന്ന പദത്തിൻ്റെ അർത്ഥം. അപ്പത്തിൻ്റെ ഭവനത്തിൽ കാലികൾ പാർക്കുന്ന വീട്ടിൽ അവിടുന്ന് ജനിക്കുകയാണ്. ആട്ടിടയർ അവിടുത്തെ കണ്ട് നിർവൃതി കൊണ്ടും രാജാക്കന്മാർ കാഴ്ച സമർപ്പിച്ചതും ആ കൊച്ചുകുടിലിൻ്റെ അങ്കണത്തിൽ വച്ചാണ്. 12 വയസ്സിൽ കാണാതെ പോയവനെ കണ്ടുമുട്ടുന്നത് ദൈവത്തിൻ്റെ ആലയത്തിലാണ്. ആ ആലയം വിട്ട് മറ്റൊരു ആലയത്തിൽ വന്നു വസിച്ചാണ് അവൻ വളരുന്നതും കരുത്താർജിക്കുന്നതും. ഈശോയുടെ ജീവിതം മുഴുവൻ വീടുമായി, ഭവനവുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. ഭവനത്തിൽ വച്ച്, അല്ലെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ ഇടങ്ങളിൽ വച്ച്, ഭവനങ്ങളിൽ വച്ച് കരുത്താർജിക്കുന്ന ക്രിസ്തുവിനെയാണ് സുവിശേഷത്തിൽ ഉടനീളം നാം കണ്ടുമുട്ടുന്നത്. പിന്നെ അവൻ്റെ ജീവിതത്തിലൂടെ അവൻ ചെയ്യുന്ന അത്ഭുതങ്ങളും ഇടപെടലുകളുമൊക്കെ ഭവനങ്ങളിൽ വച്ചാണ്. കൂര പൊളിച്ച് വീട്ടിൽ കയറ്റിയ തളർവാദ രോഗിയെ രോഗവിമുക്തനാക്കിയിട്ട് യേശു പറയുന്നത് വീട്ടിലേക്ക് പോകാനാണ്. ധൂർത്തപുത്രൻ്റെ ഉപമയിൽ സ്വന്തം ഭവനമാണ് അവന് സ്നേഹം, കരുണ, അനുരഞ്ജനം, മാനസാന്തരം, സുരക്ഷ, സന്തോഷം, സൗഭാഗ്യം എന്നിവയുടെ സവിശേഷമായ വേദിയായി മാറുന്നത്. എല്ലാം സംഭവിക്കുന്നത് വീട്ടിൽ വെച്ചാണ്. സ്വർഗം വീടാണെന്നാണ് ബൈബിളിൻ്റെ ഏറ്റവും വലിയ സങ്കല്പം. പിതാവിൻ്റെ ഭവനം താമസിക്കാൻ, സൗഭാഗ്യത്തിലായിരിക്കാനുള്ള ഇടമാണ്. മനുഷ്യൻ്റെ നിയോഗം ഈ നിത്യവസതിയിൽ ആയിരുന്ന് നിത്യസൗഭാഗ്യം ആസ്വദിക്കുക എന്നുള്ളതാണ്. സ്വർഗം വീട് വിട്ടെങ്ങും പോകണ്ടാത്ത അവസ്ഥയാണ്. വീട്ടിലെത്തിയ സക്കേവൂസിനോട് യേശു പറഞ്ഞത് എന്താണ്? ഇന്ന് ഈ വീടിന് രക്ഷ, ഈ ഭവനത്തിൽ രക്ഷ, ഭവനത്തിലൂടെ രക്ഷ, ഭവനത്തോടൊപ്പം രക്ഷ. ദൈവത്തോടൊപ്പം
സ്വന്തം ഭവനത്തിലല്ലാതെ മറ്റെവിടെയാണ് മനുഷ്യന് രക്ഷ കണ്ടെത്താൻ സാധിക്കുന്നത്? ഏറ്റവും കൃത്യമായ ഉദാഹരണം ധൂർത്തപുത്രൻ്റെ ഉപമയിലൂടെ ക്രിസ്തു കാണിച്ചു തരുന്നുണ്ട്. ഒരു മനുഷ്യന് കിട്ടുന്ന എല്ലാ പുണ്യങ്ങളും അവൻ്റെ ഭവനത്തിൽ നിന്നാണ്. അത് സ്നേഹമായിക്കോട്ടെ, കരുണ, അനുരഞ്ജനം, മാനസാന്തരം, സന്തോഷം, സുരക്ഷ, സൗഭാഗ്യം എല്ലാം വീട്ടിൽ നിന്നാണ് കിട്ടുന്നത്. വീട്ടിലേക്ക് മടങ്ങിപ്പോകാനാണ് ക്രിസ്തു പറയുന്നത്. വീട്ടിലേക്ക് പോകാം. ഭവനത്തിൽ നിന്നാണ് രക്ഷ. ഭവനത്തിൽ വച്ച് മാത്രമാണ് നമ്മുടെ രക്ഷ. ആ രക്ഷയിലേക്ക് നമുക്ക് യാത്രയാകാം. മറ്റൊരു അധ്യായത്തിൻ്റെ പേരാണ് നഷ്ടപ്പെടുക എന്നാൽ. നഷ്ടപ്പെടുക എന്ന യാഥാർത്ഥ്യത്തെ വിശദീകരിക്കാൻ യേശു ഒരു കൂട്ടം ഉപമകൾ പറയുന്നുണ്ട്. ലൂക്കാ സുവിശേഷത്തിൻ്റെ 15-ാം അധ്യായത്തിലെ ആദ്യ ഭാഗത്ത് പ്രസ്തുത ഉപമകളാണ് അണിനിരക്കുന്നത്. ഈ ഓരോ ഉപമ പറയുമ്പോഴും നഷ്ടപ്പെട്ടവ നഷ്ടപ്പെടുന്നതിന് മുമ്പ് എവിടെയായിരുന്നുവെന്ന് വ്യക്തമാക്കാൻ യേശു പ്രത്യേകം ശ്രദ്ധിക്കുന്നുമുണ്ട്. അത് സൂചിപ്പിച്ചുകൊണ്ടാണ് ഉപമകൾ ആരംഭിക്കുന്നത്. 100 ആടുകൾ ഉണ്ടായിരിക്കെ, 10 നാണയമുണ്ടായിരിക്കെ, ഒരു മനുഷ്യന് 2 പുത്രന്മാർ ഉണ്ടായിരുന്നു. ഇങ്ങനെയൊക്കെയാണ് ഈ ഉപമകൾ ആരംഭിക്കുന്നത്. നഷ്ടപ്പെടുന്നതിന് മുമ്പ് ആട് 100ൻ്റെ കൂട്ടത്തിലായിരുന്നു. കളഞ്ഞു പോകുന്നതിന് മുമ്പ് നാണയം 10ൻ്റെ ഗണത്തിലായിരുന്നു. പുത്രൻ ധൂർത്തനായി പരിണമിക്കുന്നതിന് മുമ്പ് കുടുംബത്തിൻ്റെ കൂട്ടായ്മയിലായിരുന്നു. നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഈ 3 കാര്യങ്ങളും ഒരു കൂട്ടത്തിലുണ്ടായിരുന്നു. പിന്നീടാണ് കാര്യങ്ങൾ മാറിമറിയുന്നത്. കൂട്ടം വിട്ടപ്പോൾ ആട് നഷ്ടപ്പെട്ടതായി, ഗണം വിട്ട നാണയം കളഞ്ഞു പോയതായി, കുടുംബം വിട്ട മകൻ ധൂർത്തനായി. കൂട്ടം വിട്ട്, കുടുംബം വിട്ട്, സുഖേച്ഛകളുടെയും സ്വാർത്ഥ താല്പര്യങ്ങളുടെയും പിറകെ പോകുന്നവരാണ് നഷ്ടപ്പെട്ടവരായി മാറുക. പക്ഷേ സുവിശേഷം എന്താണ് നമ്മളോട് സന്ദേശമായി തരുന്നത്? ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല, കളഞ്ഞു പോയിട്ടില്ല. നമ്മുടെ ജീവിതങ്ങളൊക്കെ ഇപ്പോഴും പിതാവ് കാത്തിരിപ്പുണ്ട്. പക്ഷേ നമ്മളിലുള്ള 3 ഭാവങ്ങളാണ് ഈ ഉപമകളിലൂടെ ഈശോ അവതരിപ്പിക്കുന്നത്. ആകുലതയോടെ തേടാൻ ആടിന് ഒരിടയൻ, ആകാംക്ഷയോടെ അടിച്ചുവാരി അന്വേഷിക്കാൻ നാണയത്തിന് ഒരു ഉടമ, വഴിക്കണ്ണുമായി വലിയ കരുണ കരളിൽ സൂക്ഷിച്ചുകൊണ്ട് കാത്തിരിക്കുന്ന ഒരു പിതാവ്. ഇവരൊക്കെ ഉണ്ടെന്നുള്ളത് നഷ്ടപ്പെടുന്നവരുടെ ഭാഗ്യമാണ്. അങ്ങനെ ആരുമില്ലാത്തവരായി നാം മാറാതിരിക്കട്ടെ. അപ്പോൾ ജീവിതം നഷ്ടപ്പെട്ടു പോകും, തീർച്ചയാണ്. പക്ഷേ തിരിച്ചു ചെല്ലാവുന്ന വിധത്തിൽ ആരെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടോ? അല്ലെങ്കിൽ തിരിച്ചു ചെല്ലാവുന്ന വിധത്തിൽ നമ്മുടെ മനോഭാവങ്ങൾ മാറുന്നുണ്ടോ? മാനസാന്തരത്തിന് യോജിച്ച വിധത്തിൽ നമ്മുടെ മനോഭാവങ്ങളെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? 3-ാമത്തെ ഭാഗം അനുധാവനമാണ്. അവനെ അനുധാവനം ചെയ്ത ശിഷ്യന്മാരെക്കുറിച്ച്, അല്ലെങ്കിൽ അവൻ എന്താണ് അവരോട് പറഞ്ഞത്? അന്ധരെ അന്ധർ നയിക്കുന്ന ലോകത്ത് അവൻ വെളിച്ചം കൊണ്ട് വഴി നയിച്ചു. അവനെ അനുധാവനം ചെയ്യുന്നവരെ ഇരുൾപാതകൾ വഴിതെറ്റിക്കില്ലെന്നവൻ വാഗ്ദാനം ചെയ്തു. അവനെ അനുയാത്ര ചെയ്തവർ ഇരുളകന്ന വെളിച്ചത്തിൻ്റെ വിശിഷ്ട ലോകത്തേക്കാണ് കാലെടുത്തു വച്ചത്. അങ്ങനെ അകത്ത് പ്രവേശിച്ചവർക്ക് അവൻ ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ പറഞ്ഞുകൊടുത്തു. രക്ഷയിലേക്ക് അവരെ വീണ്ടെടുത്തു. അകത്തു പ്രവേശിക്കുന്നവരാണോ നാം എന്നുള്ള ചോദ്യമാണ്. 12-ാമത്തെ അധ്യായം ശിഷ്യന്മാരെക്കുറിച്ചാണ്. സാധാരണക്കാരായ ഈ മനുഷ്യർ ക്ഷണികമായ ലൗകികതയുടെയും അനശ്വരമായ ദൈവികതയുടെയും ഇടയ്ക്കുള്ള വഴിയിലൂടെയാണ് സഞ്ചരിച്ചത്. ഒരുപക്ഷെ പലപ്പോഴും ലൗകികതയുടെ മോഹങ്ങളും ഭൗതികതയുടെ ഗർവുകളുമാണ് അവരെ പ്രലോഭിപ്പിച്ചിരുന്നത്. നിത്യതയുടെ വക്താവിൻ്റെ കൂടെയായിരുന്നപ്പോഴും ഈ പ്രലോഭനം അവരിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എങ്കിലും ഉന്നതത്തിൽ നിന്നും വന്ന ദിവ്യഗുരു ഉപമയിലെ ധൂർത്തപുത്രനെ പോലെ ആത്മീയ ജീർണതയുടെ പന്നിക്കുഴികളിലേക്ക് വീഴാൻ അവരെ കൈവിട്ടില്ല. കടലിലേക്ക് താഴ്ന്നുപോയ പത്രോസിനെ എന്ന പോലെ അവിടുത്തെ പ്രബലമായ കരങ്ങൾ എന്നും അവരുടെ സഹായത്തിനെത്തുകയാണ്.
ഒരു ശാസനത്തിലൂടെ, ഗുണദോഷിക്കലിലൂടെ, തീക്ഷ്ണമായ ഒരു നോട്ടത്തിലൂടെ അവരെ അപ്പപ്പോൾ അവൻ വീണ്ടെടുക്കുകയാണ്. വാക്കും പ്രസംഗവും കൊണ്ട് മാത്രമല്ല, ജീവിതം കൊണ്ടും രണ്ടാം ഘട്ടത്തിൽ അവർ ഗുരുവിനെ സാക്ഷ്യം വഹിക്കുകയാണ്. അവൻ വളരണം, ഞാൻ കുറയണമെന്ന സ്നാപക വചനം ഇവരെല്ലാവരും തന്നെ ജീവിത വ്രതമാക്കുകയാണ്. സ്വയം എരിഞ്ഞും കുറഞ്ഞും മറഞ്ഞപ്പോഴെല്ലാം അവർ ക്രിസ്തുവിൻ്റെ ഉജ്ജ്വല ശോഭ പകരം വയ്ക്കുകയാണ്. ശിരസ് അറക്കപ്പെട്ടും കുരിശിലേറ്റപ്പെട്ടും അവരിൽ ചിലർ ക്രിസ്തുവിനു വേണ്ടി രക്തസാക്ഷികളായി. വാക്കിൽ കുറവായത് ജീവിതം കൊണ്ട് അവർ നിറവേറ്റുകയാണ്. അനുധാവനം ചെയ്തവരാണ് പ്രകാശിതരായി മാറുന്നത്. അവൻ്റെ വാക്കും പ്രവൃത്തിയുമൊക്കെ ജീവിതത്തോട് ചേർത്ത് വച്ചപ്പോൾ അവർ പ്രകാശിതരാകുകയാണ്. പട്ടണപ്രവേശനത്തിന് ക്രിസ്തു ഉപയോഗിച്ച കഴുതയെപ്പോലെ താരതമ്യേന നിസ്സാരരായ ഈ മനുഷ്യർ തങ്ങളുടെ ഗുരുവിൻ്റെ ജീവിതത്തെയും സുവിശേഷത്തെയും പ്രശസ്തിയുടെ പട്ടണമുകളിലേക്ക് എത്തിക്കുകയാണ്. അവിടുത്തെ നാമത്തിന് ഈ വാഴ്വിൽ സ്ഥിരപ്രതിഷ്ഠ നൽകുകയാണ്. ഈ ചെറിയ മനുഷ്യരിലൂടെ ഉന്നതങ്ങളിൽ നിന്ന് വന്നവനെ നാം എല്ലാം അറിയാൻ ഇടയാകുകയാണ്. സ്വന്തമായിട്ടുള്ളതും സ്വന്തം ജീവിതവും അവനു വേണ്ടി സമർപ്പിച്ച് അവർ ഭൂമിയിൽ അവൻ്റെ ധനഹായപ്പോൾ നശ്വരമായ ഭൂമിയുടെ അജ്ഞാത ഗ്രാമങ്ങളിലെ ഈ കുടികിടപ്പുകാരെ അവൻ തലമുറകളിൽ അറിയപ്പെടുന്നവരും നിത്യതയുടെ സിംഹാസനത്തിന് അവകാശികളുമാക്കി മാറ്റുകയാണ്. എപ്പോഴാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? ക്രിസ്തുവിനെ അനുധാവനം ചെയ്തപ്പോൾ. ക്രിസ്തുവിനെ അനുധാവനം ചെയ്തവരാണ് ശിഷ്യന്മാർ. നമ്മുടെ ജീവിതം ഈ അനുധാവനത്തിൻ്റെ യാത്രകളായി മാറുന്നുണ്ടോ? അവൻ്റെ വാക്ക്, അവൻ്റെ പ്രവൃത്തി, അവൻ്റെ വചനം നമ്മുടെ ജീവിതത്തിൽ അടയാളപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നാമും അനുധാവനം ചെയ്യുന്നവരാണ്. ഈ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്താണ് കൺകെട്ട് എന്ന അധ്യായം. ലൂക്കാ സുവിശേഷം 24 അധ്യായം 16 വാക്യം. അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു, അതിനാൽ അവർ അവനെ തിരിച്ചറിഞ്ഞില്ല. അവൻ വാ തുറന്നു പറയുന്ന, മഹത്വത്തിലേക്ക് നയിക്കുന്ന സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും വചനം ചെവിയോർത്ത് കേട്ട് ഹൃദയത്തിൽ ധ്യാനിക്കുമ്പോൾ ആരുടെയും ഉള്ളം ജ്വലിക്കും. പിന്നെ മിഴികൾ തുറക്കും. അപ്പം മുറിക്കുമ്പോൾ അവർ തിരിച്ചറിയും. കാരണം അപ്പം അത് മുറിച്ച് നൽകിയവനെ പോലെ സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ധ്യാനത്തിൻ്റെയും പ്രതിരൂപമാണ്. തന്നെ മുറിച്ച് അപ്പമായി നൽകാൻ സ്നേഹവും ത്യാഗവും ധ്യാനവും ഉള്ളവനെയാകൂ. അവനെ മഹത്വത്തിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. ഇതെല്ലാമാണ് മിഴി തുറന്നു കഴിഞ്ഞപ്പോൾ അവർ ഗ്രഹിച്ചത്. തങ്ങളുടെ ജീവിതവും ഇതേ ദർശനത്താൽ രൂപപ്പെട്ടതാണെന്ന് അവർ തിരിച്ചറിയുകയാണ്. പിന്നെ ജീവിതയാത്രയ്ക്കൊരു ദിശമാറ്റമാണ് സംഭവിക്കുന്നത്. എമ്മാവൂസ് യാത്രയ്ക്ക് ജെറുസലേം ലക്ഷ്യമാക്കിയുള്ള മുന്നേറ്റം. വഴിതെറ്റിപ്പോയവന് നേർവഴി, വഴിയും ലക്ഷ്യവും വ്യക്തമാക്കി കൊടുത്ത ജ്വലിച്ച ഹൃദയത്തിലെ മനപ്രകാശം, തുറന്ന കണ്ണിലെ മിഴിപ്രകാശം. കൺകെട്ടിയിരിക്കുന്നവർ ഈ വെളിച്ചത്തിൻ്റെ കരം പിടിച്ച് യാത്രയാകണം. ഉൾക്കാഴ്ചയിലേക്കും അകലക്കാഴ്ചയിലേക്കും അപ്പുറക്കാഴ്ചയിലേക്കും അവൻ എത്തിക്കുന്നതുവരെ. ജീവിതത്തിൽ നാം ഒക്കെ കൺകെട്ടിയിരിക്കുന്നവരാണ്. ഇടയ്ക്കൊക്കെ നമ്മുടെ കൺകെട്ടുകൾ അഴിയപ്പെടുന്നുള്ളൂ. അത് ചിലപ്പോൾ വചനങ്ങളാലാവാം, ദൈവിക ഇടപെടലുകളാലാവാം. പക്ഷേ ക്രിസ്തുവിൻ്റെ വാക്കുകൾക്ക് കാതോർത്താൽ, അവൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ സാധിച്ചാൽ, പ്രകാശിതരായി മാറുമ്പോഴൊക്കെ കൺകെട്ടുകൾ അഴിഞ്ഞു മാറുകയാണ്. നമ്മുടെ ജീവിതത്തിലെ കൺകെട്ടുകൾ അഴിഞ്ഞു മാറാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ചിന്തകളുടെ സമാഹാരമാണ് കൺകെട്ട് എന്ന ഈ പുസ്തകം. ഈ പുസ്തകത്തിലൂടെ ആക്കനത്തച്ഛൻ സുവിശേഷ മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ക്രിസ്തു കടന്നുപോയ വഴികളെ ആധാരമാക്കി മനോഹരമായ സുവിശേഷ വിചിന്തനങ്ങളാണ് നമുക്ക് മുമ്പിൽ ഒരുക്കി വച്ചിരിക്കുന്നത്. ഓരോ വരികളും ഓരോ ധ്യാനങ്ങളാണ്. നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന, നമ്മുടെ കൺകെട്ടുകളെ അഴിച്ചിടുന്ന മനോഹരമായ ദീപ്തങ്ങളായ ചിന്തകളാണ്.